Hi children, welcome to LKL Star Maths class SSLC first chapter ടൊമാക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. പേജ് നമ്പർ 15 അതായത് ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ഫോർ ദ ഫോളോയിങ്. ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വേണം. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ മീൻസ് എന്താ? എല്ലാ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ പറയുക റെഗുലർ പോളിഗൺ എന്ന്. ക്ലിയർ ആയല്ലോ? സോ അങ്ങനത്തെ റെഗുലർ പോളിഗണിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതെങ്ങനെയാണ്? സ്റ്റാർട്ടിങ് വിത്ത് ഈക്വലേറ്റഡ് ട്രയാങ്കിളിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലേ? ആൻഡ് റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ ഫോളോയിങ്. എന്നിട്ട് ഈ തന്നിരിക്കുന്നതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ തുകയുടെ എന്തെഴുതാൻ? ഒരു സീക്വൻസ് അഥവാ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈക്വലേറ്റഡ് ട്രയാങ്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലേ? ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് എത്ര സൈഡാണ് ഉള്ളത്? 3 സൈഡ്സ് ഉണ്ടാവും. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 3 സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് 3 ആംഗിൾസ് ആർ ഈക്വൽ, അല്ലേ? 3 ആംഗിളും 3 വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് ആരായിരിക്കും വരിക? നോക്കിയേ, ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് എത്ര സൈഡുണ്ട്? 3 സൈഡ്, അല്ലേ? ഇനി അടുത്തത് എന്തായിരിക്കും? സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ്. ദെൻ റെഗുലർ പോളിഗൺ, അതിന് 5 സൈഡുള്ളത്, അല്ലേ? പിന്നെ വന്നിട്ട് ആരാണ്? പെൻറ്റഗൺ, അതിന് എത്ര സൈഡാണ്? 6 സൈഡാണ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആൻസറാണ്. സീക്വൻസ് ഓഫ് സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ്. അത് സ്റ്റാർട്ടിങ് വിത്ത് ഈക്വലേറ്റഡ് ട്രയാങ്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ എന്നും സ്ക്വയർ എന്നും റെഗുലർ പോളിഗൺ എന്നും പെൻറ്റഗൺ എന്നും എഴുതിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഏതിൻ്റെയാണ്? ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണ്? 180. ഈ 180 ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുക നമുക്ക്? ഇത് നോക്കിയേ, n-2 ഇൻറ്റു 180 ചെയ്താലും മതി നമുക്കല്ലേ. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് നോക്കിക്കേ, n-2 ഇൻറ്റു 180. ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് 3 വശങ്ങളാണ് ഉള്ളത്. സോ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് -2 ഇൻറ്റു 180. നോക്കിയേ, 3 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇൻറ്റു 180 എത്രയാണ്? 180. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? n-2 ഇൻറ്റു 180. ക്ലിയർ ആയല്ലോ? സോ ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ എത്രയാണ്? 180. അത് എല്ലാവർക്കും അറിയാമല്ലേ, കാണാപ്പാടാണ്. അത് ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും കൂടി ചെയ്താൽ, 3 ആംഗിൾസും കൂടി ചെയ്ത ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ ഷേപ്പാണ് നമുക്കറിയാം, അല്ലേ? സോ ഇവിടെയുണ്ട്. ഈക്വലേറ്റഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിൾസും എന്താണ്? സെയിം ആയിരിക്കും. സോ ഇവിടെ 60 ആയിരിക്കും, ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. നോക്കൂ, 60 + 60 120. 120 + 60 എത്രയാണ്? 180. അപ്പോൾ അത് കണ്ടെത്താനുള്ള സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടെത്താനുള്ള ഫോർമുല എന്താണ്? n-2 ഇൻറ്റു 180. n എന്ന് പറഞ്ഞാൽ ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ടോ? 3 സൈഡാണ്. ആ 3 ആണ് എന്നിൻ്റെ അവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ? സോ n-2 ഇൻറ്റു 180 വിച്ച് മീൻസ് 3 - 2 1 ദെൻ ഇൻറ്റു 80 ചെയ്യുമ്പോൾ 180. സോ ഈക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ താഴെ നമ്മൾ 180 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ദെൻ സ്ക്വയറിന് എത്രയാണ്? 4 സൈഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ തുക എത്രയായിരിക്കും? സം എത്രയായിരിക്കും? അത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? n-2 ഇൻറ്റു 180. കണ്ടോ? അപ്പോൾ ഈക്വലേറ്റഡ് ട്രയാങ്കിളിന് 4 സൈഡ് ഉണ്ട്. എന്നിൻ്റെ സ്ഥലത്ത് എത്ര കൊടുക്കേണ്ടത്? 4 കൊടുക്കുക. സോ 4 - 2 ഇൻറ്റു 180. 4 - 2 മീൻസ് വാട്ട്? 2 ഇൻറ്റു 180. So we got what? 360. Clear? The next one, റെഗുലർ പോളിഗൺ. അതിന് എത്ര വശങ്ങളാണ് ഉള്ളത്? 5 സൈഡ്സ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 540. ബട്ട് ഇത് എങ്ങനെ കിട്ടി, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ ഫോർമുല. എപ്പോഴും സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കാണാനുള്ള ഫോർമുല എന്താണ്? n-2 ഇൻറ്റു 180 ആണ്. n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഒരു റെഗുലർ പോളിഗണിന് 5 വശങ്ങളാണ് ഉള്ളത്, അല്ലേ? റെഗുലർ മീൻസ് എന്താ? എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ 5 സൈഡ്സ് ഉണ്ട്. സോ 5 - 2 ഇൻറ്റു 180. 5 - 2 മീൻസ് നമുക്ക് എത്ര കിട്ടുക? 3 കിട്ടും. ഇൻറ്റു 180. സോ വി വിൽ ഗെറ്റ് വാട്ട്?
540. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ റെഗുലർ പോളിഗണിൻ്റെയും 540 എടുത്തെഴുതി. അടുത്തത് പെൻറ്റഗൺ ആണ്. പെൻറ്റഗണിന് എത്ര വശങ്ങളാണ് ഉള്ളത്? 6 സൈഡ്സ് ആണ് ഉള്ളത്. അതും ഇതുപോലെ തന്നെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഫോർമുല എന്താണ്? n-2 × 180. ക്ലിയർ? സോ n മീൻസ് എ നമ്പർ ഓഫ് സൈഡ് 6. 6 - 2 × 180. സോ 6 - 2 എന്താണ്? 4. 4 × 180 ചെയ്താൽ എത്ര കിട്ടും? 760. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു സീക്വൻസ് എഴുതാനാണ്. സീക്വൻസ് എഴുതണമെങ്കിൽ നമ്മൾക്ക് ആരെ അറിയണം? ഈ ഒരു ഫോർമുല നമുക്ക് അറിയണം. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് അറിയാമല്ലോ. ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. സോ 180. അതുപോലെ ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. 180 + 180 എന്താണ്? 360. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു വയ്ക്കുക? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ ഫോർമുലയാണ് n-2 × 180. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെ സീക്വൻസ് ആയിട്ട് ഒന്നും കൂടി എടുത്തെഴുതാം. കണ്ടോ? 180, 360, 540, 720. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സൈഡുകൾ കൂടുന്നതനുസരിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് പൊസിഷനും കൂടി എഴുതാം അല്ലേ? അപ്പോൾ നമ്മളിതൊരു ശ്രേണിയായിട്ട് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി. ഇതിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 180 ആണ്. സെക്കൻഡ് ആരാണ്? 360. തേർഡ് 540. ഫോർത്ത് ഇതാ. അപ്പോൾ ഈ 1, 2, 3 എന്ന് എഴുതിയേക്കുന്നതൊക്കെ എന്താണ്? ഇതിൻ്റെ പൊസിഷനെ കാണിക്കുകയാണ് അല്ലേ? ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ ഇത്, മൂന്നാമത്തെ നമ്പർ ഇത്, നാലാമത്തെ നമ്പർ ഇത്, അങ്ങനെ. അപ്പോൾ നമുക്കിത് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവുമല്ലോ. ആ റിലേഷൻ നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പൊസിഷൻ വെച്ചുകൊണ്ട് ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ള ആ ഒരു റിലേഷൻ നമ്മൾ നോക്കാം. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് പോകും കേട്ടോ. ഇവിടെ നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ? ഇതാണ് ഫസ്റ്റ് പൊസിഷനും ടേമും. ഫസ്റ്റ് പൊസിഷനും ടേം ഇതാണ് കേട്ടോ. പദം എന്ന് പറയും മലയാളത്തിൽ. സോ 180 × 1 എന്ന് പറഞ്ഞാൽ 180. then എന്താണ്? ഇതാ ഈ 180യുടെ കൂടെ തന്നെ × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 360. then 180യുടെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്? 540. അങ്ങനെ നമ്മൾ എവിടെ വരെ പോവും? ഇതിപ്പോൾ nth ടേം, അതായത് ഇതിങ്ങനെ കണ്ടിന്യൂറ്റ് ചെയ്ത് പോയി. ഇപ്പോൾ nth ടേം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കാം. അപ്പോൾ nth നമ്പർ വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് വരും? nth ടേം വന്നാൽ 180 × n. സോ 180n. കണ്ടോ? ഇതായിരിക്കും നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ വരിക. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ദ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ഈ പറഞ്ഞ എന്താണ്? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ടോ എല്ലാത്തിൻ്റെയും കൂടെ 180 × 1 ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 180 കിട്ടി. 180 × 2 സെക്കൻഡ് പൊസിഷനാണ്. സോ സെക്കൻഡ് പൊസിഷൻ കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 360 കിട്ടി. സോ 180 × 3 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 540 കിട്ടി. ഇനി 180 × ഏത് ചെയ്യണം? 4 ചെയ്താൽ നമുക്ക് 720 കിട്ടും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി nth ടേം വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? nth ടേം വരുമ്പോൾ കണ്ടോ? 180 × n. സോ 180n കിട്ടി. ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. എന്താണ്? 180n. ക്ലിയർ ആയോ? ഓക്കെ. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. ദെൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.